ക്ഷമ ഈ ലക്ഷ്മി നക്ഷത്ര എന്ന ആങ്കറിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലൊരു ആങ്കറാണ് നമ്മുടെ. പക്ഷെ കുറച്ച് ഓവറല്ലേ? പല ആൾക്കാരും സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട് ഇവർ ഭയങ്കര ഓവറാണെന്ന്. ഈ ആങ്കർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ രഞ്ജിനി ഓവറാണെന്ന് ആ സമയത്ത് ആൾക്കാർ പറഞ്ഞിരുന്നു അല്ലേ? രഞ്ജിനി ഭയങ്കര ഓവറാണെന്ന് പറയും. പിന്നെ ബിഗ് ബോസിലൊക്കെ വന്ന ശേഷമാണ് രഞ്ജിനിയുടെ ആ ഇമേജ് ഒക്കെ മാറി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യഘട്ടത്തിലെ ഒരു ശൈലിയിൽ നിന്ന് പിന്നെ അവര് രണ്ടാമത് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഓവറായിട്ട് പ്രേക്ഷകർക്ക് തോന്നും. അതുപോലെ ലക്ഷ്മി നക്ഷത്രം ഇപ്പൊ പ്രേക്ഷകർ അങ്ങനെ വിലയിരുത്തുന്നുണ്ട് എന്നാണ് പല സോഷ്യൽ മീഡിയയിലുള്ള സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ ലക്ഷ്മി നക്ഷത്രയെ സംബന്ധിച്ചുണ്ടല്ലോ, ഒരു വിവാദമാണോ എന്ന് പോലും അറിയില്ല, ഒരു സംസാരം നടക്കുന്നുണ്ട്. ഈ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയെ ചുറ്റിപ്പറ്റി ഒരുപാട് വീഡിയോകൾ എടുക്കുന്നു, വ്ളോഗ് ആക്കുന്നു, അത്തരത്തിൽ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചില സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരും നിശിതമായ രീതിയിൽ ഇവർ വിമർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കി പിന്നെ പറയണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് വരുന്ന ഈ കൊല്ലം സുധിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇടുമ്പോൾ ഇവർക്ക് വരുന്ന കമന്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ്. അവർ കമന്റ് ബോക്സ് തുറന്നു നോക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഈ ഇടയ്ക്ക് കൊല്ലം സുധിയുടെ മണം ഇവര് പെർഫ്യൂം ആക്കി കൊണ്ടുവന്നു എന്നൊരു വാർത്ത വന്നു. ഇവര് തന്നെയാണെന്ന് തോന്നുന്നു. ആ വാർത്തയുടെ താഴെയുള്ള കമന്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ്. പല ആൾക്കാരും പറയുന്നത് കൊല്ലം സുധിയെ വിറ്റ് തിന്നുന്ന ഒരു ആങ്കറാണ് ലക്ഷ്മി നക്ഷത്ര എന്നുള്ള രീതിയിലാണ് സംസാരം. അവരതിനൊന്നും പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ശ്യാമിന് എന്താ തോന്നുന്നത് ഈ കാര്യത്തില്? വലിയ വിമർശനമാണ് ഇക്കാര്യത്തില് അവര് വാങ്ങിക്കൂട്ടുന്നത്. വലിയ വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവരെ വിമർശിക്കുന്നതോ ഇവരെ ട്രോളുന്നതോ ആയിട്ടുള്ള ഒരു വീഡിയോ സ്ഥിരമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉള്ള കാരണം എന്ന് പറയുന്നത് ഇവർ ആദ്യഘട്ടത്തിലൊക്കെ ഇവർക്ക് ഈ കൊല്ലം സുധിയുടെ കുടുംബത്തോടുള്ള അറ്റാച്ച്മെന്റിനോട് വലിയ കയ്യടിയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇവരുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിലെല്ലാം മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് എന്നുള്ളത് ഈ പ്രേക്ഷകർ ശ്രദ്ധിച്ചു. ഈ പ്രേക്ഷകർ എന്ന് വെച്ചാൽ ഇവർക്ക് കൈയടിക്കുകയും ഇവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പിന്നെ വലിയ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നവർ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഇതുവഴി റവന്യൂ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ബോധ്യം ഈ പ്രേക്ഷകർ അങ്ങനെ ചെയ്തുകൂടാ എന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഇടയ്ക്ക് ഒരു കമന്റ്, ഇവരുടെ തന്നെ ഒരു പോസ്റ്റിൽ വന്ന ഒരു കമന്റ് ഞാൻ റാൻഡംലി വായിച്ചു പോയതാണ്. അതായത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് എപ്പോഴെങ്കിലും റീച്ച് കുറയുമ്പോൾ ഉടനെ കൊല്ലം സുധി ചേട്ടനെ നക്ഷത്രം ആശ്രയിക്കും എന്ന് പറഞ്ഞ ഒരു കമന്റ് വളരെ മോശമായിട്ടാണ് അതിൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് സഭ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറയുന്ന ഒരു കമന്റ് അടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇവർ വിമർശിക്കപ്പെടുന്നുണ്ട്. അതെ, ഇവര് യൂസഫ് എന്ന് പറയുന്ന യു എയിൽ എത്തിയ ശേഷം ഇവർ യു എയിൽ എത്തുന്നതും യു എയിൽ എത്തിയ യൂസഫ് എന്ന് പറയുന്ന ഒരാൾ വഴി ഈ ഇവിടുന്ന് ഷർട്ട് കൊണ്ടുപോയി. അത് ഞാൻ ചോദിക്കണത് എങ്ങനെ ഈ പെർഫ്യൂം? അതാണ് അത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കത് മനസ്സിലായിട്ടില്ല. അതൊരു ടെക്നോളജി, എന്തെല്ലാം ടെക്നോളജി ഉണ്ട്. അപ്പോ അതുവഴി എങ്ങാനും ആയിരിക്കും സംഭവം. ഇവിടുന്ന് ഇവർ കൊല്ലം സുധിയുടെ വീട്ടിൽ നിന്നും രേണു എന്നാണ് കൊല്ലം സുധിയുടെ ഭാര്യയുടെ പേര്. അപ്പോ രണ്ടാം വിവാഹമാണല്ലോ. അപ്പോൾ അവരുടെ പേര്. അപ്പൊ അവരിൽ നിന്നും ഈ ഷർട്ട് വാങ്ങിക്കൊണ്ടുപോയി ഇവർ യു എയിലെത്തി. യു എയിൽ യൂസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തെ വിളിക്കുന്ന യൂസഫ് ഭായ് എന്നാണ്. അപ്പോ അങ്ങനെ വിളിച്ച് അദ്ദേഹത്തിന് വഴി ഇത് ചെയ്തിട്ട് ഇത് അവിടെ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും വീഡിയോ ആയിട്ടിട്ടു. ഇതാണ് വളരെ വലിയ വിമർശനത്തിന് കാരണമായത്. ഇത് വിമർശനത്തിലേക്ക് എത്താനുള്ള കാരണം ഒരു 1.5 വർഷം മുമ്പ് ഒരു BMW എടുത്തിരുന്നു. 1.5 വർഷം മുമ്പ് ഒരു ബ്ലാക്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോ 3rd സീരീസ് ആണ് ഇതെടുത്തിരുന്നു. അതിനുശേഷം 1.5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഒരു മഹീന്ദ്ര താർ എടുത്തു. അത് ഈ പെർഫ്യൂം കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ഇതിന് ശേഷമാണ് ഈ താർ എടുത്തതെന്നാണ് എൻ്റെ അറിവ്. 4x4 ഇത് 4x4 എന്ന് പറയുന്നപ്പം ഹാർഡ് ടോപ്പ് ആകുമ്പോഴത്തേക്ക് ഏകദേശം 17 ലക്ഷം രൂപ എക്സ് ഷോറൂം വില വരും വണ്ടിക്ക് അത്രയും വില വരുന്ന വണ്ടിയാണ്. മഹീന്ദ്രയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്, ഓഫ് റോഡ് വണ്ടിയാണല്ലോ. അപ്പൊ ഇവരുടെ ഗ്യാരേജിലേക്ക് എന്റെ ഗ്യാരേജിലേക്ക് പുതിയ അംഗം എന്ന് പറഞ്ഞ് ഇതെടുത്ത് പോസ്റ്റ് ചെയ്ത് അതോടുകൂടി ഇവരുടെ പിന്നിൽ നിന്ന് എല്ലാവരും കൂടെ വളരെ വ്യാപകമായിട്ട് ഇവർക്കെതിരെ കൂട്ടത്തോടെ തിരിഞ്ഞിരിക്കുകയാണ്. കൂട്ടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിന്തുണയ്ക്കുന്നത് ഒരു 20% പേര് ഇവരെ പിന്തുണയ്ക്കാൻ ഉള്ളൂ. ബാക്കി ഒരു 80% പേരും വ്യാപകമായി ഇവരെ വിമർശിക്കുകയാണ്. പക്ഷേ ഇവരെ പിന്തുണച്ച് ഇവരുടെ വിമർശനം കടുത്തപ്പോൾ ഇവർ പരസ്യമായിട്ടൊരു പ്രതികരണത്തിന് കൂടുതലായി മുതിർന്നില്ലെങ്കിൽ വേറൊരു കാര്യം ഇതിനകത്ത് ചേർത്ത് പറയേണ്ടതുണ്ടല്ലോ. ഈ വിജയിക്കുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പെറ്റുകിടക്കുന്നവർക്ക് ഒരു
ചൊറിച്ചിലുണ്ടാവും. അത് നമ്മൾ പറയാതെ പോകുന്ന ശരിയല്ല. കാരണം ഇവര് BMW എടുക്കുന്നു, ഇവര് താർ എടുക്കുന്നു, അത് അവരുടെ കഴിവാണ്. അവര് എത്ര നാളത്തെ അവരുടെ ഇതിന്റെ പിന്നിൽ എത്ര നാളത്തെ പ്രയത്നം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ മാനിക്കണം. കാരണം അവര് താർ എടുക്കുന്നെങ്കിൽ അത് അവരുടെ പൈസക്ക് അവർ എടുക്കുന്നതാണ്. നിനക്കെന്താണെന്ന് ചോദിക്കാനുള്ള ഒരു മനസ്ഥിതി അവർക്ക് ഉണ്ടാവണം. ഇവര് 2008 ഈ റേഡിയോ ജോക്കിയായിട്ട് രംഗത്ത് വരുന്നവരാണ്. അതിനുശേഷം ഇവര് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കേബിൾ TV-യിൽ അവതാരകയായിരുന്നു. പിന്നീട് അവർ ജീവൻ TV-യിൽ കുട്ടികളുടെ പരിപാടി, പക്ഷെ അവിടെ ക്ലച്ച് പിടിച്ചില്ല. അവിടെയും ക്ലച്ച് പിടിച്ചില്ല. ഇവർ സ്റ്റാർ മാജിക്കിലാണ് ഇവരെ ശ്രദ്ധിക്കപ്പെടുന്നത്. നല്ലപോലെ ശ്രദ്ധിക്കപ്പെട്ടു. ആ പരിപാടിയുടെ ഒരു രീതി അങ്ങനെ ആയിരുന്നു. ക്യൂട്ടായിട്ടുള്ള അവതരണം, അത് നല്ല രീതിയിൽ ആ പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കഴിവ് എന്താണെന്നറിയാമോ? അതിന്റെ കഴിവ് അത് ഡയറക്ടറായി ഇരിക്കുന്ന അനൂപേട്ടനാണെന്ന് എന്റെ അറിവ്. എന്നാൽ പുള്ളി നല്ല ടാലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ആണല്ലോ ഒരു ഡയറക്ടറുടെ കഴിവാണല്ലോ ഈ സാധനം കൈ ഇരിക്കുന്നത്. അപ്പൊ ഇവർ വളരെയധികം പരിപാടിയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രാങ്കുകൾ കൊണ്ടുവരുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. ചില പ്രാങ്കുകൾ കൊണ്ടുവരും, അതാണ് സഹിക്കാൻ പറ്റാത്ത. തുടർന്നോളൂ. അപ്പോ ഇങ്ങനെയൊക്കെ ഒരുപാട് വർഷമായിട്ട് നിൽക്കുന്നവരാണ്. അവർക്ക് വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും, ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്കുണ്ടായ സമ്പാദ്യം ഉപയോഗിച്ചാണ്. പക്ഷെ ഒരു റിയാലിറ്റി ഷോയിലാണെങ്കിലും ഒരു അവതാരകയായിട്ട് ഇരുന്നാലും എത്ര രൂപ കിട്ടുമെന്ന് നമുക്കൊക്കെ ഏകദേശം. ഇപ്പൊ കാലം മാറിയല്ലോ. കാലം മാറിയ കാലത്ത് ഇവർക്ക് റിയാലിറ്റി ഷോയിൽ ഇരിക്കുമ്പോൾ ഇവർക്ക് ഇത് മാത്രമല്ല, ഉദ്ഘാടനം കാണും, ഇവർക്ക് സ്പോൺസർഷിപ്പ്, ഇവർക്ക് പരസ്യം കാണും, ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയുള്ള പ്രൊമോഷൻ കാണും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വലിയൊരു സെറ്റപ്പിലോട്ട് ഈ കാലം മാറിപ്പോയി. അതൊരു സംഭവമാണ്. പോരാ, അതിന് പുറമെയാണ് യൂട്യൂബിൽ നിന്നുള്ള ബ്ലോഗിങ്ങിൽ നിന്നുള്ള വരുമാനം കൂടെ. ഇപ്പൊ യൂട്യൂബിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്യൂബ് മാത്രമല്ല വരുമാനം. ഇവർ ഒരു വലിയൊരു ഫെയിമിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സ്പോൺസർ ചെയ്യാൻ ആൾ വരും. നിങ്ങളെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോകും. അത് ഇങ്ങോട്ട് പൈസ തന്നിട്ട് UAE, ദുബായ് ഇൻഫ്ലുവൻസ്മാരെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവരുടെ യൂട്യൂബ് ചാനലിൽ പരസ്യം ഇടുന്നതിന് വലിയ രീതിയിലുള്ള പൈസ ഉണ്ടായിരുന്നു. നമ്മൾ അമല ഷാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അറിയാമോ? അമല ഷാജി എന്ന് പറഞ്ഞ തമിഴ് പസങ്ങളുടെ വലിയ ആരാധക വൃന്ദമായിട്ടുള്ള, കേരളത്തിലെ പസങ്ങൾ ഭയങ്കര ട്രോൾ ഫിഗറാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഡയറക്ടർ അമല ഷാജിയുടെ ആ സോഷ്യൽ മീഡിയയിൽ 30 സെക്കൻഡുള്ള പുള്ളിക്കാരന്റെ ഒരു ആഡ് പോസ്റ്റ് ചെയ്യുക, അതായത് സിനിമയുടെ ആഡ് പോസ്റ്റ് ചെയ്യാനായിട്ട് ചോദിച്ചപ്പോൾ അമല ഷാജി പറഞ്ഞു 30 സെക്കൻഡിന് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. 2 ലക്ഷം 3 ലക്ഷം എന്ന് പറഞ്ഞല്ലോ, രണ്ടെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അയാൾ പരസ്യമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തി. സത്യം പറഞ്ഞാൽ അയാൾക്ക് ട്രോൾ കിട്ടുന്ന ഒരു സാഹചര്യം അത്. കാരണം അവർക്ക് 3-4 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താണോ ഇത്? അത് കണ്ടിട്ടല്ലേ നിങ്ങൾ അവിടെ ആഡ് ഇടാനായിട്ട് ചെന്നത് എന്ന് പറഞ്ഞു വലിയ രീതി. അതുപോലെ വലിയ ഒരു ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. ഇവിടെ ഒരു മച്ചാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പേര് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, വിമർശനാത്മകമായി പറയുന്നതുകൊണ്ടാണ് മച്ചാനെ ഞാൻ പേര് പറയാത്തത്. ഇദ്ദേഹം ആദ്യഘട്ടത്തിലൊക്കെ വളരെ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളും വീട്ടിലെ ബുദ്ധിമുട്ടും പിന്നെ ഈ കടലിൽ നിന്ന് മീനെ പിടിക്കുന്നതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹം വലിയ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രേക്ഷകരെ തന്നെ തെറി പറയുകയാണ്. പ്രേക്ഷകരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വന്ന് കമന്റ് ചെയ്യുന്നവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്ന പരിപാടി നമുക്ക് സെപ്പറേറ്റ് ഒരു വിഷയമായിട്ട് നമുക്ക് വേറെ അതൊരു വലിയ കഥയാണ്. ഇപ്പൊ ഇവരുടെ കാര്യത്തിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്കെതിരെ വരുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, സുധിയുടെ പ്രേക്ഷകർ, സുധിയുടെ ആരാധകർ കൊടുക്കുന്ന പൈസ ഇവർ വഴിയാണ് കുടുംബത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയുണ്ടോ? ഇവര് UAE-യിലൊക്കെ ഇവർക്ക് സുധിക്ക് വേണ്ടി ഫണ്ട് സമാഹരണം നടക്കുകയും അത് ഇവരിലൂടെ വരികയും ചെയ്ത് ആരോപണമാണ്. ഇങ്ങനൊരു ആരോപണമുണ്ട്. ആ ഫണ്ട് ഇവരിലൂടെ സുധിയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നു എന്നുള്ള. സുധിയുടെ വീട്ടിലേക്ക് പൈസ കൊടുക്കുന്നുണ്ടോ? പൈസ മാസം കൊടുക്കുന്നു എന്ന് അവരുടെ ഭാര്യ രേണു പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വലിയ രീതിയിൽ ഇവിടുത്തെ മലയാളികൾ ഇതിനെ വിമർശിക്കാനുള്ള കാരണം ഒരു മനുഷ്യന്റെ മരണത്തെ പോലും വിൽപ്പന ചരക്കാക്കുന്നു എന്നുള്ളതാണ്. ഇത് അവരുടെ ആരോപണമാണ്. പ്രേക്ഷകരുടെ ആരോപണമാണെങ്കിൽ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കണം. എനിക്ക് ഇവര് മാത്രമല്ല വിൽപ്പന ചരക്കാക്കുന്നത്. സുധിയുടെ മരണം വിറ്റ് പുട്ടടിച്ച് എത്ര ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് ഇവിടെ? ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മരണം ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ സുധിയുടെ മരണം മാത്രമല്ല, ഈ ഇടയ്ക്ക് നമ്മുടെ സിദ്ദിഖിന്റെ മകൻ മരിച്ചല്ലോ, ആ സമയത്ത് പോലും വെറുതെ വിട്ടില്ല. അതായത് പള്ളിപ്പറമ്പിൽ സിദ്ദിഖിന്ന് കരയുന്ന വിഷ്വൽസ് വരെ സിദ്ദിഖിന്റെ ചുറ്റും കൂടിയെന്ന് ആ മനുഷ്യന് സ്വസ്ഥമായിട്ട് ഒരു പ്രൈവസി പോലും കൊടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നടി KPSC ലളിത മരിച്ച സമയത്ത് അവരുടെ ബോഡി പൊതുദർശനത്തിൽ വെച്ച രാത്രിയിൽ ഇങ്ങനെ പൊതുദർശനത്തിൽ വെച്ച സമയത്ത് അവിടേക്ക് വന്ന സിനിമാ താരങ്ങളെ മുഴുവൻ അകത്തോട്ട് കടത്താതെ ഇവർ തടഞ്ഞു നിർത്തി. ഈ ഓൺലൈൻ മാധ്യമങ്ങളായിട്ടുള്ളവർ, ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സിനിമയുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി തടഞ്ഞു നിർത്തി. അപ്പൊ ഞാനന്ന് അവിടെ റിപ്പോർട്ടറായിട്ട് നിൽക്കുന്ന സമയത്താണ്. അതായത് നമുക്ക് നമ്മളവിടെ സൈഡിൽ ഇങ്ങനെ മാറി നിൽപ്പുണ്ട്, ഈ പുറത്ത് നിൽപ്പുണ്ട്. നമ്മുടെ ക്യാമറമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ട്രൈപോഡ് വെച്ചിട്ട് ഈ വരുന്നവരുടെ വിഷ്വൽസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരങ്ങ് അകത്തോട്ട് കയറിയാലല്ല ഉള്ളൂ അവിടെ
എത്തത്തുള്ളൂ. ഇവരുടെ തടഞ്ഞു നിർത്തിയിട്ട് ഇവരുടെ ബൈറ്റ് എടുക്കും. പക്ഷെ അവസാനം നമ്മുടെ ഒരു നടൻ കയറി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, അവിടെ വെച്ചിട്ട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. പിന്നീട് അദ്ദേഹം അകത്ത് പോയി തിരിച്ചു വന്നിട്ട് ഇവരോട് മാപ്പ് പറയുന്ന രംഗം കണ്ടു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇനി കായികപരമായി പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, ഒരുപാട് സിനിമകളിലുണ്ട്, നമ്മുടെ ഇതിലൊക്കെ ഉണ്ട്, വെള്ളിമൂങ്ങയിലൊക്കെ ഉള്ള അല്ലല്ല ബിജു മേനോന്റെ കൂടെ രാഷ്ട്രീയ നേതാവുണ്ടല്ലോ സ്ഥിരം സിനിമയിലുള്ള ഷാജോൺ ദേഷ്യപ്പെട്ടു. ഷാജോൺ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. കാര്യം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അദ്ദേഹം അങ്ങോട്ട് കടന്നു പോകാനായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ അവിടെ അല്ല, അത് ഓൺലൈൻ മാധ്യമങ്ങൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അത് സുരേഷ് ഗോപിയുടെ മോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ആയിപ്പോയി, ഇതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനേ തൽക്കാലം നിവൃത്തിയുള്ളൂ. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, ഇത് കൃത്യമായിട്ട് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഇവർക്കത് ചെയ്യാൻ അറിയാലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ റിവ്യൂ പറയുന്നവരെയൊക്കെ അടിച്ചൊതുക്കാൻ അറിയാലോ. കാരണം തിയേറ്ററിൽ അക്രഡിറ്റേഷൻ ഉള്ള റിവ്യൂവേഴ്സ് മാത്രം കയറിയാൽ മതി, അത് ഫെഫ്കയുടെ അക്രഡിറ്റേഷൻ വേണം, ഉള്ള ആൾക്കാർ മാത്രം കയറിയ നിലപാട് കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെയാണ്. അതിന് പുറത്തുള്ള പണികളൊക്കെ പുറത്തുള്ള ആൾക്കാർ നടത്തിയാൽ മതി എന്നുള്ളതാണ്. അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ കീഴിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ ഓൺലൈൻ വ്ളോഗർമാരുണ്ടല്ലോ, ഈ ഓൺലൈൻ വ്ളോഗർമാർ, ഈ ഇതുപോലെയുള്ള ഓൺലൈൻ വ്ളോഗർമാർ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് മാത്രമല്ല, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ്, യൂട്യൂബ് വരുമാനം, അതിൽ നിന്ന് കിട്ടുന്ന പരസ്യ വരുമാനം, ഇൻഫ്ലുവൻസറായിട്ട് ഇവർ പോയി നടത്തുന്ന ഉദ്ഘാടനങ്ങൾ, കാര്യങ്ങൾ, ഇവർക്ക് കിട്ടുന്ന ഗിഫ്റ്റുകൾ, ഈ ഗിഫ്റ്റുകൾ അടക്കം അതിനടക്കം ഇൻകം ടാക്സ് ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരിക്കുന്നത്. അത് നല്ലൊരു മൂവ്മെന്റ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാര്യങ്ങൾ എന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ ഒരു എന്താ പറയുക, ഈ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കാതെയുള്ള ഈ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഓൺലൈൻ പ്രവർത്തനങ്ങൾ, അത് നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷർട്ടിൽ വിയർപ്പിന്റെ മാത്രമല്ല രക്തത്തിന്റെ കൂടി മണമുണ്ട്. ആ രക്തം വിൽക്കുന്ന പൈസയാണ്, പണമാണ്, ആ രക്തം വിൽക്കുന്ന പണമാണ് നിങ്ങൾ പിന്നെ അതിന്റെ ലാഭമാണ് നിങ്ങൾ കൊയ്യുന്നത്, അതിന്റെ പിന്നെ ഇതാണ് കൊയ്യുന്നതെന്ന് പറഞ്ഞിട്ട് രൂക്ഷമായ ഭാഷയിൽ, ഇത് സാധാരണക്കാർ മാത്രമല്ല, ഇത്രയും സാമൂഹിക മേഖലയിൽ, സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ കമന്റ് ഇടുന്നുണ്ട്. അവരുടെ പേജിൽ കമന്റ് ഇടുന്നില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇവരിടുന്നതിന്റെ താഴെ കൊണ്ടുവന്ന് വളരെ അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും അവർക്ക് കൃത്യമായി ഇത് പഠിച്ചിട്ടാണ് ഇങ്ങനെയുള്ളവർ ഇതിനോട് പ്രതികരിക്കുന്നത്, ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ അവർ ചെയ്യുന്ന ശരിയോ തെറ്റെന്നുള്ള ഇവിടെ നിൽക്കുന്നത്, ഇവർ പിന്നെ തുറന്നിടുന്ന വഴി, ആ വഴി ഇനി ഒരുപാട് പേർ പിന്തുടരും. ഈ ഇടയ്ക്ക് ശ്യാമ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. ഈ ഇടയ്ക്ക് ഒരു കൊച്ചുകുട്ടിയുടെ ഒരു വ്ലോഗ് ഉണ്ടായിരുന്നു. ഹലോ ഗായ്സ്, എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ആംബുലൻസ് വന്ന് കിടക്കുകയാണ് ഗായ്സ്, എന്റെ അമ്മൂമ്മ മരിച്ചുപോയി ഗായ്സ്. കണ്ടില്ലായിരുന്നു? വ്ലോഗ് ഉണ്ടായിരുന്നു, അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. ഇത് എന്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, വിസ്മയുടെ ചേട്ടൻ ഉണ്ടല്ലോ, മരിച്ചുപോയ വിസ്മയുടെ ചേട്ടൻ നേവിയിൽ എന്തോ ആയിരുന്നു തോന്നുന്നു. പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. വിസ്മയ മരിച്ച ആ സമയം തൊട്ട് യൂട്യൂബ് ചാനൽ ആക്റ്റീവാണ്. ഫസ്റ്റത്തെ അതിലുള്ള വീഡിയോയുടെ തമ്പനയിൽ ഇങ്ങനെയായിരുന്നു, എനിക്ക് പറ്റുന്നില്ലടി, കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. മില്യൺ ഓടി. പിന്നെ പല പ്രമുഖ മാധ്യമങ്ങളും അതിനെടുത്ത് വിമർശിച്ച് വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു. മരണത്തെ പോലും വിറ്റ് കാശാക്കുന്ന രീതിയിൽ. ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ച ലേഖനത്തിൽ ഉണ്ടായിരുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പൊട്ടിക്കരയുന്ന ഇതുണ്ടല്ലോ, നമ്മൾ പൊട്ടിക്കരയുന്ന, വളരെ ഭീകരമായി പൊട്ടിക്കരയുന്നവർ പോലും വർഷങ്ങൾക്ക് ശേഷം ആ മരണത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നല്ലായിരുന്നു എന്ന് ചോദിച്ച് നടന്നു പോകുന്നവർ ഉണ്ട്. മരണം വളരെ എന്താ പറയാ, ആ മരണം എന്ന് പറയുന്ന ഗ്രാഫ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്, അതിന്റെ തീവ്രത താഴ്ന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, ഈ തുറന്നിടുന്ന വഴി അത് ഒരു വലിയ ഒരു സാമൂഹിക വിപത്തിന്റെ ഒരു വഴിയാണ് ഈ തുറന്നിട്ട് കൊടുക്കുന്നത്. സാമൂഹിക വിപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന് പറഞ്ഞ വസ്തു ഒരു വിൽപ്പന ചരക്കായിട്ട്, ഇവർ ചെയ്യുന്ന തെറ്റോ ശരി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പക്ഷേ കൂടുതൽ പേർ ഇതിൽ റവന്യൂ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും കൾച്ചറിലോട്ട് പോകുന്നതല്ല. അതെ, ആ ഒരു കൾച്ചറാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഏത് വ്യക്തിയുടെ, അതായത് സമൂഹത്തിൽ 10 പേരറിയുന്ന ഏത് വ്യക്തിയുടെയും മരണം ഒരു കച്ചവട ചരക്കായി ഇവിടെ മാറ്റപ്പെടും. അതായത് അവരുമായി ഏത് മാധ്യമമായിരിക്കില്ല, മാധ്യമങ്ങളൊന്നും ആയിരിക്കില്ല, അവരുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരാൾ ഒരു യൂട്യൂബ് ചാനലായി മാറും. ഇപ്പം ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അതാണ്. ഇപ്പൊ സമൂഹത്തിൽ അറിയുന്ന ഇനി ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ പിന്നീട് അവരെ വെച്ച് വിറ്റ് പോകുന്ന, അതായത് ഇത്തരത്തിൽ, അതായത് ആക്സിഡന്റലി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ കലാഭവൻ മണി മരണപ്പെടുന്ന സമയത്ത് ഇത്തരം ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു യൂട്യൂബ് ചാനലായി മാറിയേനെ. കാര്യം വളരെ ഒട്ടനവധി രീതിയിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. കലാഭവൻ മണിയുടെ മരണം കേരളത്തിൽ സൃഷ്ടിച്ചൊരു
ഒരുപാട് നാൾ ഇന്നും കലാഭവനിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ലൈക്ക് കണ്ടിട്ടുണ്ട്. അതെ അതെ ഭീകരമായി. അതെ 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 മണിക്കൂറുകൾ എടുത്തു ആംബുലൻസിന് എത്തിക്കാൻ. ഞാൻ കടലായിരുന്നു. ഈ ആംബുലൻസ് തടഞ്ഞു നിർത്തുമായിരുന്നു. തടഞ്ഞു നിർത്തി ആൾക്കാർ റോഡിൽ സ്വാധീനമുള്ള മനുഷ്യരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഈ ഘട്ടത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ ഈ ഒരു യൂട്യൂബ് ചാനലായിട്ട് മാറിയത്. കാരണം ഇതിനെ അനുകരിക്കും. ഇത് അനുകരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് അവർ കൂടി മനസ്സിലാക്കിയിരിക്കണം. വിമർശനത്തെ നമ്മൾ വിമർശനമായി തന്നെ കാണണം. വിമർശനത്തെ ഉൾക്കൊള്ളാനും പറ്റണം. വിമർശനത്തിൽ ശരിയുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളുകയും വേണം. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.